ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നമ്മുടെ വീഗ 3-in-1 ഹെയർ സ്ട്രെയിറ്റ്നർ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് കണ്ടാലോ. ഞാൻ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു യൂട്യൂബിൽ. അപ്പോൾ എന്നോട് 1-2 പേര് പറഞ്ഞു ഇതെങ്ങനെ യൂസ് ചെയ്യുന്നുള്ളൊരു ലോങ് വീഡിയോ ഇടാമോ എന്ന് ചോദിച്ചു. ഓൾറെഡി വാങ്ങിയ 1-2 പേരാണ് എന്നോട് ഈ വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ വീഗ 3-in-1 ഹെയർ സ്ട്രെയിറ്റ്നർ. ഇതിന് ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, എല്ലാ സ്ട്രെയിറ്റ്നറും പോലെ. ഇതിൽ 3 മോഡ്സാണുള്ളത്: കേളി, ക്രിമ്പും പിന്നെ സ്ട്രെയിറ്റനിങ്ങും. ഇതിൻ്റെ ബോഡിയിൽ നമുക്ക് പിടിക്കാൻ പറ്റില്ല, അവിടെ പിടിച്ചാൽ നല്ലോണം പൊള്ളും. ആ മേളിലുള്ള ഗോൾഡൻ പാർട്ടിലേ പിടിക്കാവുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഹെയറിൽ തന്നെ ഇത് സ്ട്രെയിറ്റ് ചെയ്ത് കാണിക്കാം. അപ്പം ഞാൻ കുറച്ച് മുടിയുടെ പാർട്ടീഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുത്തിട്ടാണ് സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നതിന് ഒരു 1 മിനിറ്റ് വേണ്ട, ഒരു ഹാഫ് മിനിറ്റ് മുമ്പ് ഒന്ന് ഓൺ ചെയ്തിട്ടാൽ മതി ഓൺ ബട്ടൺ. അപ്പം തന്നെ പെട്ടെന്ന് തന്നെ ചൂടാവും ഇത്. അങ്ങനെ ഓൺ ചെയ്ത് നമ്മൾ നേരെ നമ്മുടെ ഹെയറിലേക്ക് വെക്കണതിന് മുമ്പ് നമ്മുടെ ഹെയറിൽ ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേയോ ജെല്ലോ ഒക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഞാൻ പിന്നെ വല്ലപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് ചെയ്യുന്നില്ല. ഞാൻ നല്ലോണം സ്ട്രെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് പാർട്ടീഷൻസ് എടുത്ത് സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് നോക്കണം. അപ്പോഴാകുമ്പോൾ കൂടുതൽ എഫക്റ്റീവായിരിക്കും. സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ പാർട്ടിൽ തൊടാതിരിക്കുക എന്നുള്ളതാണ്. ഭയങ്കര ചൂടായിരിക്കും അവിടെ. തൊട്ടാൽ നമ്മുടെ കൈ ശരിക്കും പൊള്ളും. അപ്പോൾ അറിയാതെയൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ കൈ അവിടെ കൊണ്ടുവന്നൊക്കെ വരും. അപ്പോൾ അത് സൂക്ഷിക്കണം എല്ലാവരും. നമ്മൾ എന്നിട്ട് ഇനി ഇപ്പം ഞാൻ സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ പുറകെ കൂടെ ഓടിപ്പോയിട്ടുണ്ട്. ഇത് നല്ല സ്ട്രെയിറ്റ്നർ ആട്ടോ, കാര്യം പറഞ്ഞാൽ നല്ല സ്ട്രെയിറ്റ്നറാണ്. ഈ കൈ അവിടെ തൊടുമ്പോൾ പൊള്ളുക എന്നൊരു പ്രശ്നം മാത്രമാണ് എനിക്ക് നിലവിൽ ഈ സ്ട്രെയിറ്റ്നറിൽ നിന്നുള്ളൂ. വേറൊരു കുഴപ്പമില്ല, നല്ലോണം സ്ട്രെയിറ്റ് ആവുകയൊക്കെ ചെയ്യും. ഈ സ്ട്രെയിറ്റ്നർ എവിടുന്നാണ് വാങ്ങിയെന്ന് എന്നോട് 2-3 പേര് ചോദിച്ചിരുന്നു. ഞാൻ ഇത് ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ആ ടൈമിൽ എന്തോ ഓഫർ ഉണ്ടായിരുന്നു. ഞാനിത് 1200 400 ആ റേഞ്ചിനെന്തോ ആണ് മേടിച്ചത്. ഇപ്പോഴും ആമസോണിൽ ഇതുണ്ട്. ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് കയറി മേടിക്കാമല്ലോ. ഇനി അടുത്തത് ഞാൻ എൻ്റെ ഹെയറിൽ കേൾ ചെയ്ത് കാണിക്കാം. അപ്പോൾ കേൾ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇത്. കണ്ടോ, ഈ നെക്കുമ്പോൾ ഇങ്ങനെ തുറന്നു വരുന്ന ഒരു ബ്ലേഡ് പോലത്തെ സംഭവം. നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഹെയർ ഇങ്ങനെ കേൾ ചെയ്ത് അത് റൗണ്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അങ്ങനെയാണ് ഇതിൽ കേൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ കേൾ ചെയ്യുമ്പോൾ ഇത് ശരിയാവാറില്ല, അതായത് കറക്റ്റ് പെർഫെക്റ്റ് കേൾസ് വരാറില്ല. മേ ബി എനിക്ക് ചെയ്യാൻ അറിയില്ലാത്തത് കൊണ്ടായിരിക്കാം, ഞാൻ ചെയ്യുന്നതിലുള്ള എന്തെങ്കിലും പ്രശ്നം കൊണ്ടാവാം. പലരും ചെയ്തപ്പോൾ കറക്റ്റായിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മേ ബി എൻ്റെ ഹെയർ നിൽക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ വെക്കുന്നതിൻ്റെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അത് കറക്റ്റ് ആവും, ഞാൻ ചെയ്യുമ്പോൾ ശരിയാവുന്നുണ്ടാവില്ല. എന്നാലും കേൾസ് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, നല്ല കേൾസൊക്കെ വരുന്നുണ്ട്. മേ ബി ഞാൻ പിടിക്കുന്നതിൻ്റെ ആവുള്ളൂ അത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് കണ്ടിങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്തിട്ട് പുറത്ത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ചുറ്റിക്കാം. കാരണം പുറത്ത് നല്ല ചൂടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ പുറത്ത് തൊടരുതെന്ന് പറഞ്ഞായിരുന്നല്ലോ. അത് പുറത്തും ചൂടാവുന്നത് കൊണ്ടാണ്. അപ്പം ഇങ്ങനെ പുറത്ത് തന്നെ ഇതുപോലെ കേൾ ചെയ്ത് വെക്കാം, നമുക്ക് റൗണ്ട് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോഴും നമുക്ക് കേൾസ് കിട്ടും, നല്ലൊരു വലിയ കേൾസ് കിട്ടും. ചെറിയ കേൾസ് അല്ലാണ്ട് വലിയ കേൾസ് കിട്ടും. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് വലിയ കേൾസും അത്യാവശ്യം നല്ല ഭംഗിയുള്ള കേൾസൊക്കെ തന്നെയാണ് വരിക. മൊത്തത്തിൽ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇനി അടുത്തത് ഞാൻ ക്രിമ്പ് ചെയ്ത് കാണിക്കാം ഹെയർ. ഇതിൽ ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഓപ്ഷനാണ് ഈ ക്രിമ്പിംഗ് എന്ന് പറയുന്നത്. സ്ട്രെയിറ്റനിങ് ഒബ്വിയസ്ലി നല്ലതാണ് ഇതിൻ്റെ, അതേസമയം ക്രിമ്പിങ്ങും അടിപൊളിയാണ് ഇതിൽ. പ്രത്യേകിച്ച് എൻ്റെ പോലത്തെ സ്ട്രെയിറ്റോ അല്ലെങ്കിൽ വേവി ആയിട്ടുള്ള ഹെയറിൽ നല്ലോണം കാണാൻ പറ്റും. കേളി ഹെയർസിൽ നമ്മളൊന്ന് ആദ്യം സ്ട്രെയിറ്റൻ ചെയ്തിട്ട് ഇതുപോലെ ക്രിമ്പ് ചെയ്യുവാണെങ്കിലും നല്ല എഫക്റ്റ് ഉണ്ടാവും. കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് ക്രിമ്പായി വരുന്നുണ്ട്. നമ്മൾ ഒരു 3 സെക്കൻഡ് നെക്കി പിടിച്ചിട്ട് റിലീസ് ചെയ്യുക, അടുത്ത വീണ്ടും നെക്കുക, 3 സെക്കൻഡ് പിടിക്കുക, റിലീസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ക്രിംസാണ് വരിക. എല്ലാവരുടെയും കയ്യിൽ ഈ ഒരു സ്ട്രെയിറ്റ്നർ ഉണ്ടെങ്കിൽ ഈ 3 സ്റ്റൈൽസ് നമുക്ക് നമ്മുടെ ഹെയറിൽ ചെയ്യാവുന്നതാണ്. കണ്ടോ, ക്രിമ്പായാലും സ്ട്രെയിറ്റ് ആയാലും കേൾസ് ആയാലും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്